പിണറായി പാറപ്രം സേട്ടുപീടികയിലെ ടി ബാഷ്പ ചികിത്സാ സഹായ കമ്മിറ്റി ശസ്ത്രക്രിയാ ചെലവുകളിൽ ബാക്കി വന്ന തുക ബാഷ്പ കൈമാറി. 1,02,631 രൂപയാണ് ബാഷ്പ കൈമാറിയത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി ബോധവൽക്കരണ ക്ലാസുകൾ കൈകാര്യം ചെയ്ത സാമൂഹ്യ പ്രവർത്തകനായ മൊയ്തുവിനെ കമ്മിറ്റി ചടങ്ങിൽ ആദരിച്ചു. സേട്ടുപീടിക അങ്കണവാടിയിൽ നടന്ന ചടങ്ങിലാണ് കമ്മിറ്റി അംഗങ്ങൾ ബാഷ്പക്ക് ബാക്കി വന്ന തുക കൈമാറിയത്. അമ്മ ചന്ദ്രയാണ് മകൾക്ക് വൃക്ക നൽകിയത്. അന്ന് നാട്ടുകാർ കൈകോർത്ത് വൃക്ക മാറ്റിവെക്കുകയും ചെയ്തു. 10 വർഷവും ബാഷ്പക്ക് ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു വന്നത് കമ്മിറ്റിയായിരുന്നു. 10 വർഷം മുമ്പാണ് ബാഷ്പ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. ഇരുവരും പൂർണ്ണ ആരോഗ്യത്തോടെ ജോലി ചെയ്തു വരികയാണ്. ചികിത്സാ കമ്മിറ്റി കൺവീനർ വി ശാന്തകുമാർ, ചെയർമാൻ കൈപ്രത്ത് പ്രസാദൻ, വൈസ് പ്രസിഡന്റ് പലേരി സുരേഷ് ബാബു, ട്രഷറർ വി പ്രദീപൻ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ പലേരി മോഹനൻ, പലേരി ബാബു, എടക്കണ്ടി പ്രകാശൻ എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. മറ്റുള്ള പല ഏജന്റുമാരും ഉണ്ടാവും. ഏജന്റുമാർ നിങ്ങൾ സ്വാധീനിക്കും, അങ്ങനെ നമ്മളെ അയത്തരാം, പിന്നെ ആ പൈസ നഷ്ടപ്പെട്ടു എന്നും കേൾക്കാം. അതുകൊണ്ട് കുടുംബത്തിൽ തന്നെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും ഈ ഓപ്പറേഷന് വിജയകരമെന്ന്. ആ അടിസ്ഥാനത്തിലാണ് കുടുംബപരമായി. അപ്പോൾ എല്ലാവർക്കും ഇത് കൊടുത്താലുണ്ടാകുന്ന എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ബേജാറ് കുടുംബപരമായിട്ടുണ്ട്. പക്ഷെ ആ മൊയ്തുക്ക ആ കുടുംബത്തിൽ വന്ന് ക്ലാസ് എടുക്കുകയും ആ കുടുംബത്തിനെ ബോധവൽക്കരിക്കുകയും, അപ്പോൾ ബാഷ്പേൻ്റെ അമ്മ പറഞ്ഞ് കൂലിപ്പണിക്ക് പോകുന്നതാണ് അമ്മ, അപ്പോൾ കുടുംബം പോയിട്ടുന്നതും കൂലിപ്പണിക്ക് പോയിട്ടാണ്, അപ്പോൾ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാഷ്പയുടെ അമ്മേൻ്റെ കിഡ്നി ബാഷ്പക്ക് കൊടുക്കുകയും ഇന്ന് 10 വർഷമായി ഇന്നും ചന്ദ്രേച്ചി അമ്മ ജോലിക്കും കാര്യങ്ങളിലും പോകുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു സാമൂഹികമായിട്ട് എല്ലാവരും ബോധവൽക്കരണത്തിൻ്റെ ഭാഗം കൂടി ഇന്നൊരു തെളിവായിട്ട് 14,94,915 രൂപയാണ് കമ്മിറ്റിക്ക് വരവുണ്ടായത്. ഇതിൽ 13,92,284 രൂപയാണ് ചെലവായത്. ബാക്കി വന്ന തുകയായ 1,02,631 രൂപയാണ് ബാഷ്പക്ക് കൈമാറിയതെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.